ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കൈമാറിയ റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടില്ല. വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ഒരു പരാതി കൂടി ലഭിച്ചതിനാൽ ഇന്ന് ഉത്തരവ് പുറത്തിറക്കാൻ കഴിയില്ല എന്നാണ് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലീം, ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതുണ്ടാവില്ല. നേരത്തെ തന്നെ സർക്കാർ ഒരുപാട് പഴി കേട്ടതാണ്. ഈ പുറത്തുവിടാമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ പോലും വെട്ടി എന്നുള്ള വിമർശനം. അതിൽ കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും വിവരാവകാശ കമ്മീഷൻ തന്നെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ചില ഭാഗങ്ങൾ സർക്കാർ അതിൽ നിന്ന് വെട്ടുകയായിരുന്നു, അല്ലെങ്കിൽ പൂഴ്ത്തിവെക്കുകയായിരുന്നു. ആരംഭഘട്ടം മുതൽ സർക്കാർ കേട്ട പഴി അത് വലിയ ചർച്ചയായി മാറിയ സാഹചര്യം. അതിനൊക്കെ ഇടയിൽ ഇപ്പോൾ ആ വെട്ടിയ ഭാഗങ്ങൾ പുറത്തുവരും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ ഉയർന്നു വന്നിരിക്കുന്ന പരാതി അത് ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗം എന്ന വിമർശനം കൂടി സ്വാഭാവികമായും ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ സലീം. റിജിത്ത്, തീർച്ചയായും അതെ. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ അപ്പാടെ അതിലൊരു ട്വിസ്റ്റുകളും ടേണുകളും അവസാന നിമിഷമൊക്കെ സംഭവിക്കുന്ന ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഒരു ട്വിസ്റ്റ് ഏറ്റവും അവസാന നിമിഷം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അന്ന് വിവരാവകാശ കമ്മീഷനും കോടതിയും പരിശോധിച്ചതിന് ശേഷം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഹനിക്കാത്ത നിലയിലുള്ള ഇരകളുടെ പേര് വെളിപ്പെടാത്ത രീതിയിലുള്ള വിവരങ്ങൾ മുഴുവൻ നൽകണം എന്നുള്ളത് ായിരുന്നു അന്നത്തെ ഉത്തരവ്. അതിനുശേഷം ആ ഉത്തരവ് വന്നപ്പോൾ അതങ്ങനെ ആയിരുന്നില്ല. അതിൽ നിന്ന് സർക്കാർ കൈകടത്തി സർക്കാർ തന്നെ ചില നിർണായക ഭാഗങ്ങൾ വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ 49 മുതൽ 53 വരെയുള്ള പേജുകളും ചില ഖണ്ഡികകളും വെട്ടിമാറ്റുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ഒരറിയിപ്പ് പോലും ഇല്ലാതെയായിരുന്നു അതിൽ സർക്കാരിൻ്റെ കൈകടത്തൽ. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയവർ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ട മാധ്യമപ്രവർത്തകർ തന്നെ അപ്പീൽ നൽകി. അപ്പീൽ പലതവണ അതുമായി ബന്ധപ്പെട്ട അദാലത്തുകളിലൂടെ നിന്ന് ഏറ്റവും ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ അതിലൊരു തീരുമാനമെടുക്കും എന്നറിയിച്ചതാണ്. ഇന്ന് 11 മണിയോടുകൂടി വിവരാവകാശ കമ്മീഷണർ അത് സംബന്ധിച്ച് ഉത്തരവിറക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെട്ടിയ ഭാഗങ്ങൾ കൂടി പുറത്തുവിടണം, സർക്കാർ ഹൈക്കോടതി നിർദ്ദേശിച്ച വെട്ടിയ ഭാഗങ്ങൾ കൂടി പുറത്തുവിടണം എന്നുള്ള ഒരു ഉത്തരവ് ഇന്നുണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. മാത്രമല്ല അതിൽ ഏത് പേജൊക്കെ പുറത്തുവിടണം എന്നുള്ളതായിരുന്നു ഇന്ന് ഉത്തരവായി വരേണ്ടിയിരുന്ന ശ്രദ്ധേയമായ കാര്യം. അതിന് തൊട്ടു പിന്നാലെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് ആ ഉത്തരവ് ലഭിക്കും എന്നും നമ്മൾ കരുതിയതാണ്. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഈ വിവരാവകാശ കമ്മീഷൻ ഓഫീസിന് മുൻപിലുണ്ട്. 11 മണിയോടുകൂടി ആ ഉത്തരവ് പുറത്തു വരുമെന്നാണ് ഏറ്റവും അവസാന നിമിഷവും പറഞ്ഞത്. ഏറ്റവും അവസാന നിമിഷം ഒരു പരാതിക്കാരൻ്റെ എൻട്രി വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന് സെക്യൂരിറ്റി വഴിയാണ് വിവരാവകാശ കമ്മീഷണർ നമ്മളെ അറിയിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതുകൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ ഉത്തരവിറക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അത് ഏതെങ്കിലും തരത്തിൽ ഉത്തരവ് പുറത്തുവിടുകയും ഈ ഒഴിവാക്കിയ ഭാഗങ്ങൾ വീണ്ടും പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടാണോ ആ പരാതി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ആ പേജുകൾ പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമാണോ ആ പരാതിക്ക് പിന്നിലെന്ന് സ്വാഭാവികമായും സംശയിക്കുന്നു. എന്തായാലും ഏറ്റവും അവസാന നിമിഷം ഇനി തൽക്കാലം ഇന്ന് ഉത്തരവില്ല എന്നതോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തു വരാൻ ഇനിയും വൈകും. ആ ഉത്തരവ് ഇനി എന്നുണ്ടാകും, ആ പരാതി എന്ന് തീർപ്പാക്കും എന്നതൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരിക്കാം. വളരെ വൈകാതെ തന്നെ സർക്കാർ ഇടപെട്ട് വെട്ടിയ പേജുകൾ പുറത്തു വരുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. റിജിത്ത്, സലീം, ഒന്ന് ഈ റിപ്പോർട്ട് തന്നെ പുറത്തു വരാൻ വൈകിയ സാഹചര്യം, അതിന് പിന്നിൽ സർക്കാരിന് കേൾക്കേണ്ടി വന്ന പഴി, പിന്നീട് ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ട സാഹചര്യം, പിന്നീട് അത് കോടതിയിലേക്ക് കയറുന്നത്, വിവരാവകാശ കമ്മീഷന് മുമ്പിലേക്ക് വരുന്നത്, പരാതികൾ അതിനിടയിൽ ഉയർന്നു കേൾക്കുന്നത്, അങ്ങനെ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തതകൾ, അതിന് പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ, അതിനൊക്കെ ഇടയിൽ വീണ്ടും ഇന്ന് ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്നിടത്ത് നിന്ന് ആ ഉത്തരവില്ല എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. അത് എത്രത്തോളം സംശയാസ്പദമാണ്, എത്രത്തോളം ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ സർക്കാരിന് ഇതിനൊന്നും ഒളിക്കാനില്ല എന്ന മറുപടി ആവർത്തിച്ച് പറയുകയാണ് മന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും. റിജിത്ത്, ഈ വിഷയത്തിൽ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും സർക്കാരിന് ഒളിക്കാനുണ്ട് എന്നും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഇത്രയധികം ട്വിസ്റ്റുകൾ, അതല്ലെങ്കിൽ സർക്കാരിന് വളരെ വേഗത്തിൽ പുറത്തുവിടാവുന്ന, ഇത്രയും കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതിരിക്കാവുന്നൊരു റിപ്പോർട്ട് ഇത്രയും വൈകിപ്പിച്ചതുൾപ്പെടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചയായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് സർക്കാരിനോട് ഉത്തരവിടും എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനം വന്നൊരു പരാതിക്കാരൻ കൂടിയാകുന്നതോടുകൂടി ഇതിൽ ആരൊക്കെയോ ഇടപെടലുണ്ട്, വലിയ ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ ഏറ്റവും അവസാന നിമിഷം വരെ അത്തരത്തിലൊരു പരാതി ഉണ്ടായിരുന്നില്ല. ഈ നേരത്തെ നൽകിയ അപ്പീലുകളിലെ എല്ലാവരെയും, ആ പരാതിക്കാരെ എല്ലാവരെയും അറിയിച്ചിരുന്നതാണ്. ഇന്ന് 11 മണിയോടുകൂടി വിവരാവകാശ കമ്മീഷനിൽ ഹാജരാകാൻ അറിയിച്ചിരുന്നതാണ്. അതിനുശേഷം ഏതൊക്കെ പേജുകൾ ഈ സർക്കാർ ഒഴിവാക്കിയതിൽ പ്രധാനമായും 49 മുതൽ 53 വരെയുള്ള പേജുകൾ. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പരാതിക്കാരന്റെ പ്രതികരണം കൂടി പ്രേക്ഷകർക്ക് കാണാം. ഉത്തരവ് കൈമാറുന്നത് സംബന്ധിച്ചിട്ട് ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ പരിശോധിച്ച ശേഷം മാത്രമേ ഞങ്ങൾക്ക് ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറഞ്ഞത്. ഇന്ന് ഉത്തരവ് കൈമാറില്ല എന്ന് മാത്രമേ
കമ്മീഷനിൽ നിന്ന് അറിയിച്ചിട്ടുള്ളൂ. അതിനി ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്ത ശേഷം മാത്രമേ ഇനി ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറയുന്നത്.